ഇനിയിപ്പോഴും ഇങ്ങനെയൊരു ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നതുകൊണ്ട് എന്താ, വീട്ടിലേക്ക് വന്നാൽ അവർ ഇരിക്കുന്നതിനെ ഇരിക്കുക, ചായ കൊടുക്കാൻ പറ്റുമെങ്കിൽ ചായ കൊടുക്കുക, കുടിക്കുന്നതിന് കുടിക്കുക, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോകും, അത്രയേ ഉള്ളൂ. ഒരു മുഖ്യമന്ത്രി കുടുംബസമേതം 19 ദിവസം മാറി വാർത്ത പോലും കൊടുക്കരുതെന്നാണോ മാഷ് പറയുന്നത്? വാർത്ത പോലും കൊടുക്കരുതെന്നാണോ? വാർത്തയെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അതിൻ്റെ അപ്പുറത്ത് നടന്ന് ചർച്ച നടത്തിയിടുവാൻ. തിരുവനന്തപുരം ഇപ്പോൾ ഇത്തവണ UDF തന്നെ ആയിരിക്കും അല്ലേ? തിരുവനന്തപുരത്ത് UDF കണ്ടില്ല, ഞങ്ങളെങ്ങനെ ഇരിക്കാനോ? ഇതിനാ UDF കൊടുക്കേണ്ടത്? സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ, അവരെ ഞങ്ങൾ പാർട്ടിയുടെ ഭാഗമായിട്ട് ചേർക്കേണ്ട എന്ത് കാര്യങ്ങൾ? നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം. എങ്ങനെയുണ്ട് മാഷേ, ഇലക്ഷൻ പ്രചാരണമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ എത്രത്തോളമാണ്? നല്ല പ്രതീക്ഷയാണ് കേരളത്തെ സംബന്ധിച്ച്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ പൊതുവായ രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ നല്ല മുൻകൈയുമാണ് കേരളത്തിൽ നേടാൻ സാധിക്കും. 20 സീറ്റും നേടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും ഒരു റിയലിസ്റ്റിക്കായി ചിന്തിക്കുകയാണെങ്കിൽ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഭൂരിപക്ഷം സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും. അപ്പോൾ ഒരു 10 മുതൽ ഒരു 12 വരെയൊക്കെ അല്ല, അങ്ങനെ ഞങ്ങൾക്കാകുന്നില്ല, അത് അത്ര വരെയാവാം, ഭൂരിപക്ഷം കിട്ടും. പക്ഷേ ഈ പോളിംഗ് ശതമാനമൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞത് അതെന്ത് ഉണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശങ്ക എത്രത്തോളം? പോളിംഗ് ശതമാനം കുറഞ്ഞതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ പോളിംഗ് ശതമാനം കുറവ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോളിങ്ങിൽ വന്ന കുറവല്ല. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പോളിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവൊക്കെ ഒരു മനഃപൂർവ്വം ഉണ്ടായ ഒരു അലംഭാവമാണ്. ഒരു കാര്യമില്ല, അത് അവിടെ ഇവിടെയും ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, ആ പ്രശ്നങ്ങൾ അപ്പോൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. അത് എല്ലാവർക്കും ബാധകമായി ഒരേപോലെ ബാധകമാണ്. ഏതെങ്കിലും ഒരു ബൂത്ത്, ഏതെങ്കിലും ഒരു മണ്ഡലം ഒന്നും പ്രത്യേകിച്ചില്ല. എല്ലാവർക്കും ബാധകമായ പൊതുവായ ഒരു അവസ്ഥ. സമയത്തിൽ വന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ലപോലെ സമയം എടുത്തു പല ബൂത്തുകളിൽ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതൊരു പ്രത്യേകത, ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വളരെ കരുത്തരെയാണ്, വളരെ മുതിർന്ന നേതാക്കളെയൊക്കെയാണ് രംഗത്തിറക്കിയത്. KK ശൈലജ ആയാലും തോമസ് ഐസക് ആയാലും വിജയരാഘവൻ അടക്കം. ഇത് സർക്കാർ വിരുദ്ധത അതൊന്നും മറികടക്കാൻ ഈ കരുത്തരിലൂടെ സാധിക്കുമെന്നൊരു വിലയിരുത്തലിൻ്റെ പുറത്തായിരുന്നു. അത് എത്രത്തോളം അത് ഗവൺമെൻറ് വിരുദ്ധതയൊന്നും കേരളത്തിൽ കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഗവൺമെൻറ് വിരുദ്ധത ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള UDFൻ്റെയും BJPയുടെയും നീക്കം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പിന്നെ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 20 നിയോജകമണ്ഡലത്തിലും ഏറ്റവും ഫലപ്രദമായ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ്. ഈ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമാണ്. താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു തെരഞ്ഞെടുപ്പ് 1977 നടന്ന തെരഞ്ഞെടുപ്പ് മാത്രമാണ്. അന്ന് ഈ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. സ്വേച്ഛാധിപത്യത്തിനെതിരായി, അമിതാധികാര വാഴ്ചക്കെതിരായിട്ട് ജനാധിപത്യത്തിന് വേണ്ടിയുള്ളൊരു യുദ്ധമായിരുന്നു അടിയന്തരാവസ്ഥ കായ്വ് വരുത്തിയതിന് ശേഷം നടന്ന 1977 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഉയർത്തപ്പെട്ട തെരഞ്ഞെടുപ്പാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ശക്തികൾക്ക് സംഘപരിവാർ വിഭാഗത്തിന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പില്ല, ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടാവില്ല എന്നവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞാണ്. ഈ ഭരണഘടന വേണ്ട, മതനിരപേക്ഷ ഉള്ളടക്കം വേണ്ട, ഫെഡറൽ സംവിധാനം വേണ്ട, ഈ പറയുന്ന മൗലികമായ എല്ലാം മാറ്റി ഹിന്ദുത്വ അജണ്ടയിലേക്ക് രാജ്യത്തെ മാറ്റും എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിനു മുമ്പും BJPയും RSSും പ്രചരണം നടത്തിയിട്ടുള്ളത്. അത് ശരിയുമാണ്. ആ തരത്തിലേക്ക് പോയാൽ പിന്നെ പാർലമെൻ്ററി സിസ്റ്റം വേണ്ട, മതനിരപേക്ഷ ഉള്ളടക്കം വേണ്ട, ഈ ഭരണഘടനയും വേണ്ട. അത് വന്നാൽ പിന്നെ ഇന്ത്യൻ ജനാധിപത്യം ഇന്നത്തെ രീതിയിലില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്നത്തെ നിലയിലുള്ള പരിമിതിയുണ്ട്. ആ പരിമിതിയുള്ള ഇന്ത്യ വേണോ, അല്ല തുറന്ന ഫാസിസത്തിലേക്കുള്ള യാത്രയിലൂടെ കൈവരിക്കാൻ പോകുന്ന ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ, അതിൻ്റെ അവർ കൊടുത്ത പേരാണ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള വർഗീയ നാമമാണ് ഹിന്ദുത്വ
അജണ്ട, ആ ഹിന്ദുത്വ അജണ്ട ഇന്ത്യയിൽ നടപ്പിലാക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് ഫലപ്രദമായ രീതിയിൽ പോരാട്ടം നയിക്കാൻ ഉതകുന്ന നിലയിലുള്ള നേതാക്കൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കണ്ടത്. കാരണം അവസാനത്തെ ആയുധം, അവസാനം എന്ന് പറയുന്നത് ഒരു അവസാനമില്ലല്ലോ, ഇതാണ് അവസാനത്തെ ആയുധം. ഈ പോരാട്ടത്തിൽ ജയിക്കാനാവുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെൻ്ററി വ്യവസ്ഥയും ഈ സംവിധാനവും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഉതകുന്ന സ്ഥാനാർത്ഥികളെയും നേതാക്കളെയുമാണ് ഞങ്ങൾ 20 മണ്ഡലത്തിലും LDFിൻ്റെ ഭാഗമായിട്ട് അണിനിരത്തിയിട്ടുള്ളത്. അതിന് വേറെ വ്യാഖ്യാനം കൊടുക്കുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. വ്യാഖ്യാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ഇടതുപക്ഷ വിരുദ്ധതയും മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ പാർലമെന്റിൽ ഒരു ഫൈറ്റ്, അതായത് ഈ വർഗീയതയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ UDF MP-മാർ പോയിട്ടും കാര്യമില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം 18 എണ്ണം പോയിട്ട് എന്താ ഉണ്ടായി? കേരളം എന്നുള്ള ഒരു സംസ്ഥാനത്തെ പറ്റി ഈ ലോകം ആരും പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ നടന്നില്ലല്ലോ. അതല്ലല്ലോ സാധാരണ കേരളത്തിൻ്റെ ഒരു അവസ്ഥ, മലയാളത്തിൻ്റെ ഒരു അവസ്ഥ. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗർജിക്കുന്ന സിംഹങ്ങളായിട്ടല്ലേ കേരളീയ MP-മാർ അറിയപ്പെട്ടിരുന്നത്. അത് മുഴുവൻ കളഞ്ഞു കുളിച്ച് ഒന്നും പറയാനില്ല, ഉള്ളത് മുഴുവൻ കേരള വിരുദ്ധതയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് പൂർണ്ണമായ പിന്തുണയാണ്. അത് കേരള ഗവൺമെൻറ്റിനെ എതിർക്കാനുള്ള ഒരു ഉപകരണമായിട്ട് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും പരിപൂർണമായ പിന്തുണയായിരുന്നു ഇവിടുന്ന് പോയ MP-മാരായ 18 പേരും നിർവഹിച്ചത്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നൊരു പ്രചരണം, ഒരു മർമറിംഗ് ക്യാമ്പയിൻ ആ സമയത്ത് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് വേണ്ടത്ര രീതിയിൽ ഫലപ്രദമായോ? കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ സത്യമാണല്ലോ. ഇന്നത്തെ കോൺഗ്രസ് ആണല്ലോ നാളത്തെ എല്ലാ BJP ആയിട്ട് മാറുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പോയി. 200-ലധികം MLA-മാരാണ് പോയത്, 100-ലധികം MP-മാരാണ് പോയത്, ഡസൻ കണക്കിന് സംസ്ഥാന പ്രസിഡന്റുമാരും ആക്ടിംഗ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവരാണ് പോയത്. അതെല്ലാം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അത് ആസാം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്നാണ്, ഏത് സമയത്തും അവർക്ക് പിൻവലിക്കാം, ആ ഒരു നിലയാണ് അവർ പറഞ്ഞത്. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 2 നേതാക്കന്മാരുടെയും മക്കൾ BJP-യിലേക്ക് പോവുകയും ഒരാൾ സ്ഥാനാർത്ഥിയാകുകയും ചെയ്യുന്ന നില ഉണ്ടായി. AK ആന്റണിയുടെ മകൻ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ വന്നു. കരുണാകരൻ്റെ മകൾ BJP-യുടെ പ്രധാനപ്പെട്ട നേതാവായി പ്രവർത്തന രംഗത്ത് വരികയും ചെയ്തു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു പ്രചാരണത്തിന് അല്ലെങ്കിൽ ഒരു ആയുധത്തിലേക്ക് മുനയിടിക്കുന്നതായിരുന്നില്ല EP ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദമായതൊക്കെ? വിവാദം ആർക്കും പഠനം ഉണ്ടാക്കുക. നിങ്ങൾ മാധ്യമങ്ങൾക്ക് എപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പണി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിന് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനപ്പുറം അതിനൊരു പ്രചരണമില്ല. ആ ഒരു ദിവസം ഈ ഒരു തലപൊക്കി വന്നതിന് സത്യസന്ധമായ കാര്യമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. തലേ ദിവസമേ അതിന് മുമ്പേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് കൃത്യമായ കാര്യം വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും അതിൻ്റെ ഭാഗമായിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമെന്നും ധരിക്കേണ്ടിയില്ല. ഈ ഒരു മറുപടി അത്രത്തോളം നിഷ്കളങ്കമായ മറുപടിയാണ്. യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. ഒടുവിൽ അത് ഏതെങ്കിലും രീതിയിൽ EP-യുമായി പാർട്ടിയിൽ ഒരു ചർച്ചയാവുകയോ തീർച്ചയായിട്ടില്ല. ഞങ്ങളത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അവരോട് പറഞ്ഞു. അത് ഈ ഒരു വിവാദം, പക്ഷെ അതിന്റെ ഒരു അലയിൽ ഇപ്പോഴും തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അരയുണ്ടെങ്കിൽ അലയടി ഉണ്ടാവുള്ളൂ, ഒരു അലയില്ല, ഒരു അരിയടിയുള്ളൂ. പാർട്ടിക്ക് അതുകൊണ്ട് യാതൊരു വീഴ്ചയും ഉണ്ടാകും. ജയരാജനെ ഒരാൾ കണ്ടിരിക്കുന്നു, അതിലൊരു BJP നേതാവുണ്ട്. അങ്ങനെ കാണുന്നതിൽ എന്താ പ്രശ്നം? ആരെ കാണുന്നതിൽ എന്താ പ്രശ്നം? ഈ നേതാവിനെ കാണുന്നതിൽ എന്താ പ്രശ്നമുള്ളത്? ആരെങ്കിലും കണ്ടാൽ ഇടിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ലയിച്ചു പോകുന്നതോ അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നതോ അല്ല മാർക്സം. മാർക്സത്തിന് കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ട്. ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെയും മേലെ കൃത്യമായ രീതിയിലുള്ള മുൻകൈ നേടാൻ സാധിക്കുന്ന ശേഷി മാർക്സിൻ പ്രത്യയശാസ്ത്രത്തിനുണ്ട്. പിന്നെ എന്തിനാണ് അതിൽ ഉത്കണ്ഠപ്പെടുന്നത്? അതില്ലാതെ ചില ആളുകളാണ് ഉത്കണ്ഠപ്പെടുന്നത്. അവർക്ക് അതിനെപ്പറ്റി ആലോചിക്കാനേ സാധിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. സാധാരണ ഒരു സന്ദർശനം പോലെയാണ് വന്നു. അത്രയേ ഉള്ളൂ. അതൊരു കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു യാത്രയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. അതിനൊന്നും ഞങ്ങൾ ഗൗരവത്തിൽ കാണുന്നില്ല. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വീട്ടിൽ ഇതുപോലൊരു സാധാരണ സന്ദർശനത്തിന് പ്രകാശ് ജാവദേക്കർ വന്നാൽ പോലും അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതിന് കണ്ടാൽ മതി, അത്രയും കണ്ടാൽ മതി. അങ്ങനെ സംഭവിച്ചാൽ പോലും ആര് വന്നാലും അങ്ങനെ കണ്ടാൽ മതി. ആരെങ്കിലും ഒരാൾ വന്നതുകൊണ്ട് ഇനിയിപ്പോഴും ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നതുകൊണ്ട് എന്താ? വീട്ടിലേക്ക് വന്നാൽ അവർ ഇരിക്കുന്നതിനെ ഇരിക്കുക, ചായ കൊടുക്കാൻ പറ്റുമെങ്കിൽ ചായ കൊടുക്കുക, കുടിക്കുന്നതിൻ്റെ കുടിക്കുക, ഇല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പോകും. അത്രയേ ഉള്ളൂ. അത് വേറൊരു നേതാവല്ല. പ്രകാശ് ജാവദേക്കർ പൊതുവെ ഇവിടെ അദ്ദേഹം കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുമ്പോഴാണ് അതിനൊരു വേറൊരു തലം കണ്ടെത്തുന്നത്. അഖിലേന്ത്യാ പ്രസിഡന്റ് വന്നാലും അങ്ങനെയാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു
നേതാവിൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് കൂടി ഒരാൾ പോകുമ്പോൾ അവിടെ കയറുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അതങ്ങനെ ഉയർത്തുന്നതിൽ BJPയും കോൺഗ്രസ് ഒക്കെ വലിയ ഒരു വിജയിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അവരത് കുറെ ശ്രമിച്ചു അല്ലേ? ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനക്കെതിരായിട്ടാണ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത്. അതാണ് ജയരാജനിപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത്. അതാണ് രാഷ്ട്രീയം. ഇതിങ്ങനെ ഉന്നയിച്ചിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്തോ BJPക്കാരുമായിട്ട് ചർച്ചയാണെന്നുള്ള രീതിയിലുള്ള ഒരു വിവാദം സൃഷ്ടിക്കാൻ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. അതിനെതിരായിട്ടാണ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. കേസ് കൊടുത്തത് ശരിക്കും വന്നവരുടെ ഉദ്ദേശം ഒരുപക്ഷെ അതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അതെനിക്ക് വന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അറക്കൽ ബീവിയെ കെട്ടാൻ പകുതി സമ്മതം എന്ന് പറഞ്ഞത് ഒരു പ്രയോഗമാണ്. കേട്ടിട്ടുണ്ടോ? അറക്കൽ ബീവി ഉണ്ടല്ലോ, അറക്കൽ കൊട്ടാരത്തിലെ ബീവിയെ കെട്ടാൻ പകുതി സമ്മതം. ആർക്ക്? കെട്ടാൻ പോകുന്നയാൾക്ക്. പക്ഷേ കെട്ടേണ്ടത് ബീവിയാണല്ലോ, ബീവിക്ക് സമ്മതമാണല്ലോ. ആ സമ്മതമില്ല. അതാ പകുതി സമ്മതം എന്ന് പറഞ്ഞത്. ഈ എസ് രാജേന്ദ്രൻ BJPയിലേക്ക് പോകുന്നില്ല എന്നൊക്കെ ചർച്ചകൾ വന്നു. ഏറ്റവും ഒടുവിൽ പോലും അദ്ദേഹം പോകുന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോകുന്നുണ്ട് ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ചർച്ചയാക്കാൻ വേണ്ടി ചില ആൾക്ക് ഓരോന്നും വാർത്തയില്ലാതിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിങ്ങൾക്ക് നിലനിർത്തണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നു എന്നത് മാത്രമേ കാണൂ. CPM സേഫ് ആണ്. CPMലെ നേതാക്കന്മാർ ആരും തന്നെ പോകും 100% അങ്ങ് ഉറപ്പാണ്. സേഫ് ആയിട്ടുള്ള കാര്യം. ഞങ്ങൾ നേതാക്കന്മാരാരും തന്നെ BJPയിൽ കോൺഗ്രസ്സുകാർ പോകുന്ന പോലെ പോകുന്ന പ്രശ്നമില്ല. അത് പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയമായ ഭിന്നത തന്നെയാണ്. ഒരു മലയുടെ വ്യത്യാസമുണ്ട്. BJPക്കും കോൺഗ്രസും തമ്മിൽ ഒരു വരയുടെ വ്യത്യാസമില്ല. അതാ കാര്യം. വെറുതെ ഇങ്ങനെ ചോദ്യം ചോദിക്കും ഉത്തരം പറയില്ല. ഒരു മലയുടെ വ്യത്യാസമുണ്ട് CPIഎമ്മും അതിൻ്റെ പ്രത്യയശാസ്ത്രവും BJPയും BJPയുടെ പ്രത്യയശാസ്ത്രവും തമ്മിൽ. അത്ര വലിയ അന്തരമുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചാൽ കോൺഗ്രസും BJPയും തമ്മിൽ ഹിന്ദുത്വവും മൃദു ഹിന്ദുത്വവും എന്ന് പറഞ്ഞാൽ ഒരു വരയുടെ വ്യത്യാസം പോലും ഇല്ല. ഒരു വരമ്പില്ല. കടന്നു വെക്കണമെങ്കിൽ ഒരു വരമ്പുണ്ടാവണ്ടേ, ആ വരമ്പ് പോലും ഇല്ല. അപ്പോൾ അത്ര വ്യത്യസ്തതയില്ലാത്ത ഒന്നാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും നില. UDF പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ന്യൂനപക്ഷ വോട്ടുകൾ ഒരു എൻ ബ്ലോക്കായി തന്നെ UDFന് എത്തിയെന്നാണ് അവർ പറഞ്ഞുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ ആത്മവിശ്വാസത്തിന് ഒരു കടുപ്പും കുറവായിരുന്നു ഇപ്രാവശ്യം. അവരെല്ലാവരും അവരുടെ ആത്മവിശ്വാസം അവർ 20 സീറ്റ് ജയിക്കുന്നതാണല്ലോ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസത്തിന് യാതൊരു കടുപ്പവുമില്ല, ഒരു ഉറപ്പുമില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. CAAക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കേരളത്തിൽ ഇടതുമുന്നണിക്ക് മാത്രമേ, കേരളത്തിലെ ഒരുപക്ഷ ദേശീയ തലത്തിലാണെങ്കിൽ പോലും ഇടതുമുന്നണിക്ക് മാത്രമേ സാധ്യമാകൂ എന്നുള്ളൊരു സന്ദേശം അത് ഈ ന്യൂനപക്ഷങ്ങളിൽ എത്തിക്കാനായി അവിടെ CPM ന്യൂനപക്ഷങ്ങളിലൊക്കെ കൃത്യമായിട്ട് ആ സന്ദേശം എത്തിയിട്ടുണ്ട്. അത് അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. ഈ കോൺഗ്രസിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു മതരാഷ്ട്രമാക്കാനുള്ള BJPയുടെ ശ്രമത്തെ ചെറുക്കാനാവില്ല എന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ അവസാനമൊക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ CAA പൂർണ്ണമായി എടുത്തു മാറ്റുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. മാറ്റുമെന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രസംഗം തന്നെ നടന്നത്. വേറെ എവിടെയും ഉണ്ടായില്ല. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്താണെന്ന് മനസ്സിലാക്കിക്കോളണം. മനസ്സിലായില്ലേ? കേരളത്തിന് വെളിയിൽ എവിടെയും അത് പറയാതിരിക്കാൻ അവർ നല്ലപോലെ ശ്രമിച്ചു. കേരളത്തിൽ പറയാതിരിക്കാൻ സാധിക്കാതിരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് CPIഎമ്മിൻ്റെ കൃത്യമായ ധാരണയുടെ മുമ്പിൽ അവർക്ക് പറയേണ്ടി വന്നതാണ്. അത് പറയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അത് വേറെ എവിടെയും സാധിച്ചില്ലല്ലോ, കേരളത്തിൽ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അവരെ പ്രകടനപത്രികയിൽ പോലും പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണ് ഈ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ പരിമിതി. അതാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഈ വർഗീയതയെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം. ഈ മലബാർ മേഖലയിൽ, അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും CAA വിരുദ്ധത, അവിടെ LDFന്റെ ആ ഒരു ആർജവം അത് കൃത്യമായത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വോട്ടാക്കി മാറിയോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇനി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അത് തീരുമാനിച്ചു കഴിഞ്ഞു. വോട്ടായി മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇനിയിപ്പോൾ വെറുതെ ഒരു ഊഹാപോഹം പറയേണ്ട കാര്യമില്ല. അത് വസ്തുതയായി. അത് പക്ഷേ ലീഗിന് മനസ്സിലായിട്ടില്ലെങ്കിൽ സമസ്തയ്ക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലേ? ലീഗിന് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതെല്ലാം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോളൂ എന്ന് മാത്രമേ ഉള്ളൂ. ലീഗിന് രാഷ്ട്രീയമാണല്ലോ. അവർക്ക് ബാബറി മസ്ജിദ് തകർത്തപ്പോഴും ഞങ്ങൾക്ക് ബാബറി മസ്ജിദ് തകർത്തൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഈ പാർട്ടിയാണ് ലീഗ്. കാരണം അപ്പോഴും കോൺഗ്രസോടൊപ്പം ചേരാനാണ് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ സമസ്ത കൃത്യമായി ഇത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. സമസ്ത മാത്രമല്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്ന പ്രചാരണം സമസ്ത സുപ്രഭാതത്തിൽ കൃത്യമായി നിരവധി സംഘടനകൾക്ക് അത് വ്യക്തമായിട്ടുണ്ട്. ഇടതുപക്ഷമാണ് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലെ
മുന്നിൽ നിൽക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളികളിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹത്തിൽ പൊതുവായിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളാകെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സമസ്തയെ ഈ ലീഗിൽ നിന്നൊക്കെ അടർത്തി മാറ്റി ഇടതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഒരു തന്ത്രപൂർവമായ ഒരു ശ്രമം ഇടതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു. സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ. സമസ്ത ഒരു സമുദായ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനമാണ്. അവരെ ഞങ്ങൾ പാർട്ടിയുടെ ഭാഗമായി ചേർക്കേണ്ട എന്ത് കാര്യമുള്ളൂ? അങ്ങനെ ചേർക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഏതെങ്കിലും സമുദായത്തെ അങ്ങനെ ഞങ്ങൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഓരോ സമുദായത്തിൻ്റെയും മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് അവർ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ 2019 ഉണ്ടായതിൻ്റെ അതിൻ്റെ ഒരു ആവേശമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമോ ഒക്കെ 2024 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടായില്ല എന്ന് വ്യക്തമായില്ലേ? ഇനി പിന്നെ അതിനുണ്ടായി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടായില്ലല്ലോ. അവർക്ക് അവിടെ ആളെ കൂട്ടാൻ തന്നെ സാധിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഒരു അംശം പോലും. വലിയ രീതിയിലുള്ള പിന്നോക്കാവസ്ഥയായിരുന്നു ഈ പ്രാവശ്യത്തെ. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, കഴിഞ്ഞ പ്രാവശ്യം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനങ്ങളാണ് ഇവിടെ പ്രധാനമന്ത്രിയാവാൻ പോകുന്നു, അതിനുള്ള ചാൻസാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സാഹചര്യം? അതൊക്കെ അതുകൊണ്ട് തന്നെ വളരെ വളരെ മോശമായിരുന്നു അവരുടെ പ്രകടനങ്ങളെല്ലാം. അവരാഗ്രഹിക്കുന്ന അവർ തന്നെ അതിനെ ആ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടില്ല ഇപ്രാവശ്യം. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 3 ഇടങ്ങളാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂരാണ്. ഇപ്പോഴും അവിടെ കഴിഞ്ഞ ദിവസം സംസ്ഥാന നിർവാഹക സമിതി ചേർന്നപ്പോഴും വലിയ പ്രതീക്ഷയാണ്. അതെ, വളരെ വലിയ പ്രതീക്ഷയിൽ ആൾ വോട്ടെണ്ണാൻ പോകില്ലല്ലോ. പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ ആ വോട്ട് ഷെയർ? കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ ഇടിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരു സംശയമില്ല, നല്ല രീതിയിൽ ഇടിയും. അല്ല, ഈ മൂന്ന് സ്ഥലത്തും BJP ജയിക്കുകയും ചെയ്യാം. ഇത്രയും ഉറച്ചൊരു ആത്മവിശ്വാസം ഉണ്ടാകാനുള്ള ഒരു പ്രധാന ഫാക്ടർ എന്തായിരുന്നു? അതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്തും ജയിക്കില്ല, തൃശ്ശൂരും ജയിക്കില്ല, ആറ്റിങ്ങലും ജയിക്കില്ല. 3 വലിയ പ്രമാണിമാരൊക്കെയാണ് മത്സരിക്കുന്നത്, പക്ഷേ ജയിക്കില്ല. തിരുവനന്തപുരം ഇപ്പോൾ ഇത്തവണ UDF തന്നെ ആയിരിക്കും അല്ലേ? തിരുവനന്തപുരത്ത് UDF ആണല്ലോ. ഞങ്ങളെങ്ങനെ ജയിക്കാറോ? ഇതിനാ UDF-ന് കൊടുക്കേണ്ടതായി. 3ാം സ്ഥാനത്താണ് തിരുവനന്തപുരം കഴിഞ്ഞ 2 പ്രാവശ്യമല്ലേ. അത് ഇപ്രാവശ്യം 1ാം സ്ഥാനത്തേക്ക് വരും. കുറച്ച് വിശ്വാസം തന്നെയാണ്. അതെ, അങ്ങനെയല്ലേ വിശ്വസിക്കേണ്ടത്. അതിന് നമ്മളിപ്പോൾ 2ാം സ്ഥാനത്തേക്കോ 3ാം സ്ഥാനത്തേക്കോ വിശ്വസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ BJP വരില്ല എന്ന് ഉറപ്പായ കാര്യമാണ്. തിരുവനന്തപുരത്തും വരില്ല, തൃശ്ശൂരും വരില്ല. ആറ്റിങ്ങൽ പിന്നെ വരുന്നതിനെ പറ്റി ആലോചിക്കേണ്ടായിരുന്നില്ല. അതിന് അവർ വെറുതെ പറയാൻ മാത്രമേ ഉള്ളൂ. അത് മന്ത്രിയാണല്ലോ മത്സരിച്ചതെന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നൊരു വിവാദം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആരോടും പറയാണ്ട് കുടുംബസമേത ഒരു യാത്ര പുറപ്പെട്ടു എന്നതാണല്ലോ. മുഖ്യമന്ത്രി പറയേണ്ടവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടവരോടെന്ന് ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയണം, മറ്റൊന്ന് പാർട്ടിയോട് പറയണം. രണ്ടാളോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളോടെല്ലാം വ്യക്തി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളോട് പറയാണ്ട് പോയി എന്നുള്ളതാണ് മാധ്യമങ്ങളെ ചിന്തിപ്പിക്കുന്നത്. വ്യക്തിപരമായ ഒരു യാത്രയായതുകൊണ്ടും അത് പറയണമെന്നില്ല. വ്യക്തിപരമായ ഒരു യാത്ര പോകുന്നതിന് ഒന്ന് പറയേണ്ടത് ഗവൺമെൻറ്റിനോടാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനോട്. അവരോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് പാർട്ടിയോടാണ്, പാർട്ടിയോടും പറഞ്ഞിട്ടുണ്ട്, സമ്മതം കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ? അല്ലാണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് എത്രയോ മാസക്കാലത്തെ സംഘടനാ പ്രവർത്തനവും അലഞ്ഞു തിരിഞ്ഞ ഒരു പണിയാണല്ലോ നടത്തിയത്. ആയിഷന് അല്പം ദിവസം ഒരു സ്വസ്ഥത പോകണമെന്ന് വിചാരിക്കുന്നത് എന്താ ഇപ്പം കുഴപ്പം? മുഖ്യമന്ത്രിയുടെ യാത്രയെ വിമർശിക്കുന്ന പ്രതിപക്ഷം ഉയർത്തുന്ന 2 വിഷയങ്ങളാണ്. ഒന്ന്, ഈ ഒരു സമയത്ത് ഒരു സാമ്പത്തികമായ പ്രതിസന്ധിയിലായിരിക്കുന്നു, കൊടും വേനലിൽ എല്ലാം ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം. അപ്പോൾ മുഖ്യമന്ത്രി കുടുംബസമേതം അവധി ആഘോഷിക്കാനായി പോകുന്നു എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ഫണ്ടിങ് എവിടെയാണ്, ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? കേരളം മുഴുവൻ പ്രളയം വന്നപ്പോൾ നിങ്ങളെല്ലാം എടുത്ത നിലപാടുന്ന പ്രളയത്തിൻ്റെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടല്ലേ എടുത്തത്. ഈ UDF അതെ, BJP അതെ. ആയിരക്കണക്കിന് ആളുകൾക്ക് ബാധിച്ച പ്രളയം വന്ന സന്ദർഭത്തിൽ നിങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് ഉറപ്പാണ് വന്നത്. അന്ന് ഗവൺമെൻറ് ചേർത്ത് നിർത്തി ജനങ്ങളെ സംരക്ഷിച്ച് മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടല്ലോ. മഹാമാരി വന്നപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് അനുകൂലമായിട്ടാണ് വന്നത്. അത് എന്തോ ആരോ കേസ് ഉദാഹരണം മറ്റാ പറഞ്ഞു, ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നല്ല മഴ കിട്ടി 2 ദിവസമായിട്ട്, കുറച്ച് തണുപ്പ് വന്നിട്ടുണ്ട്. കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടി കുറേ എണ്ണയുടെ പ്ലാൻ ചെയ്ത് നടക്കുകയാണ് CPM-എതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട്. അത് തകർന്ന് തരിപ്പണായി പോയല്ലോ കോടതി വിധിയോടുകൂടി, വിജിലൻസ് കോടതിയുടെ വിധിയോടുകൂടി. കുളനാടൻ ഉൾപ്പെടെ പിന്നെ മുങ്ങിയതിന് പിന്നെ തെളിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങോട്ട്. കുളനാടൻ പറഞ്ഞല്ലോ ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറയുന്നു. എന്തേ മാപ്പ് പറയാതെ? എന്താ നിങ്ങൾ ചർച്ച ചെയ്തത്? ഏത് മാധ്യമമായി ചർച്ച ചെയ്ത് കേരളത്തിൽ? 19 ദിവസം ആകുമ്പോഴത്തേക്ക് പകരം വേറൊരാൾക്ക് ചുമതല കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല. മന്ത്രിസഭാ ദൈനംദിനം എന്നോളം ഇടപെടാൻ പറ്റും. പക്ഷെ മന്ത്രിസഭാ യോഗമൊക്കെ മാറ്റിവെക്കേണ്ടി വന്നല്ലോ. ഇപ്പോൾ തൽക്കാലം ഒന്നും ചേരേണ്ട കാര്യമില്ല. ഇപ്പോൾ അതല്ലേ പ്രശ്നം. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതല്ലേ. ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവിടെയുള്ള കോഡ് ഓഫ് കോണ്ടക്ട്.
അത് ഇതേവരെ ഒരു തരത്തിലും SLC +2 പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് അനുമോദനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മതം പോലും കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ എന്ത് നയപരമായ കാര്യം തീരുമാനിക്കാനുള്ളത്? അപ്പോൾ അത് തീരുമാനിക്കാനില്ല. അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ദൈനംദിന പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. എത്ര ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വരുമെന്ന് പാർട്ടിക്കൊരു കൃത്യമായിട്ട് അറിയാമോ? അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം. പക്ഷേ മാധ്യമങ്ങളോട് പറയില്ല. എന്ത് പറയേണ്ട കാര്യമുള്ളൂ? ഒരാൾ പോയിട്ട് വരുന്ന ദിവസം ഇന്നതാണെന്ന് പറയേണ്ട പോലെ പറയും, വരുമ്പം പറയാം, അത്ര പറഞ്ഞാൽ പോലെ. പക്ഷേ മാധ്യമ വിചാരണയാണ് എല്ലാറ്റിനും. പക്ഷേ മാധ്യമങ്ങൾ വിചാരണ ചെയ്യുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുക. നിങ്ങൾ പൊതുജനങ്ങൾ അറിയിക്കുന്നതല്ല. നിങ്ങൾ എങ്ങനെയാണ് പൊതുജനം ചിന്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കുന്നതാണ് നിങ്ങൾ. ഇത് തെറ്റാ? സർക്കാരിൻ്റെ തെറ്റാണോ ഇത് ഇങ്ങനെ പോകുന്നത്? ഒരു മുഖ്യമന്ത്രി കുടുംബസമേതം 19 ദിവസം മാറി നിൽക്കുമ്പോൾ വാർത്ത പോലും കൊടുക്കരുതെന്നാണോ മാഷ് പറയുന്നത്? ആ വാർത്ത പോലും കൊടുക്കരുതെന്നാണോ? വാർത്തയെ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അതിന്റെ അപ്പുറത്ത് നടന്ന് ചർച്ച നടത്തിയല്ലോ 4 ദിവസം അത് വെച്ച് ചർച്ച ചെയ്തല്ലോ. പൊളിഞ്ഞപ്പോ ചില്ലു കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായി പോയപ്പോ ഒരു ദിവസം ചർച്ച ചെയ്തില്ലല്ലോ. അതാ ഞാൻ ഉത്തരവാദപ്പെടുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ഉത്തരവാദിത്വം പറയണ്ട, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാം ഇപ്പോൾ യഥാർത്ഥത്തിൽ UDFന്റെ കൂട്ടുകക്ഷികളാണ്. ഏതെങ്കിലും രീതിയിലൊരു മാറ്റമോ പാർട്ടിക്കുള്ള BJP നോക്കുവാണ്. ഇപ്പോൾ അവസാനത്തെ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ BJPക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വന്നത്. ഇനി 7 കൂടി ആകുമ്പോഴേക്ക് മിക്കവാറും ഇത് പൂർത്തിയാവും. ഭൂരിപക്ഷം വന്നാൽ കേരളത്തിന്റെ ചിത്രത്തിൽ രാഷ്ട്രീയമായ മാറ്റം സംഭവിക്കും. BJP ദേശീയ തലത്തിൽ അധികാരത്തിൽ വരില്ല. ഇന്ത്യ സഖ്യം തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പറഞ്ഞില്ല. ഇന്ത്യ സംഘത്തിനാണ് പിന്നെ സാധ്യത, BJPക്ക് സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫലപ്രദമായിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് തീരുമാനിക്കപ്പെടും. ദേശീയാടിസ്ഥാനത്തിൽ BJPക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഓരോ ഘട്ടം കഴിയുന്നതോറും കുറഞ്ഞു വരികയാണ്. അതാ ചിത്രം. ഇന്ത്യ സഖ്യത്തിനുള്ള സാധ്യത അപ്പോൾ അതനുസരിച്ച് ഗ്രാഫ് ഉയരുന്നു എന്നുള്ളത്. ഈ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞ് 1.5 മാസത്തിന് ശേഷം മടങ്ങി വന്നപ്പോൾ വലിയ രീതിയിലുള്ള പൊല്ലാപ്പൊക്കെയാണ് പാർട്ടി നേതൃനിരയിൽ ഉണ്ടായത്. അല്ല, പൊല്ലാപ്പൊന്നുമില്ല. അദ്ദേഹം ഭീഷണിപ്പെടുത്തി, ഞാൻ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു. അവസാനം സമ്മതിച്ചു, 60 അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. M. ഹോസനായിരുന്നു അന്ന് താൽക്കാലികമാണ്. അദ്ദേഹം അങ്ങോട്ട് വന്നിട്ടേ ഇല്ല, അദ്ദേഹം അങ്ങോട്ട് കയറിയിട്ടേ ഇല്ല. പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ഈ അസംബ്ലി തീരുമാനിച്ച കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റും. എന്ത് കോൺഗ്രസിൻ്റെ തുടർച്ചയാണ്. ഇനിയുള്ള 2 വർഷക്കാലത്തേക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് പ്രതീക്ഷിക്കുന്നത്. പതിറ്റാണ്ടുകൾ ബാക്കിയുണ്ട്. ആ വരുന്ന പതിറ്റാണ്ടുകൾക്ക് വേണ്ടി വളരെ ഫലപ്രദമായ രാഷ്ട്രീയം തന്നെയാണ് അടുത്ത വർഷം കൊണ്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. 2 കൊല്ലാകട്ടെ ചുരുക്കൊന്നും വേണ്ട. എന്നാലും ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.